ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ കർക്കിടക സദ്യയ്ക്ക് വൻ തിരക്ക്. കഴിഞ്ഞ 16 ദിവസങ്ങളിലായി അന്നദാനത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. ഓഗസ്റ്റ് 16 വരെ കർക്കിടക സദ്യ തുടരും. ക്ഷേത്രത്തിൽ രാമായണ പ്രഭാഷണവും നടന്നുവരുന്നു. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് കർക്കിടക സദ്യ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 16 ദിവസമായി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന കർക്കിടക സദ്യയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. ഈ മാസം 16 വരെ കർക്കിടക സദ്യ തുടരും. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ രാമായണ പ്രഭാഷണ പരമ്പരയും നടക്കുന്നുണ്ട്. ശനിയാഴ്ച സപ്താഹ യജ്ഞ ആചാര്യൻ ഡോക്ടർ പള്ളിക്കൽ സുനിൽ പ്രഭാഷണം നടത്തി. ഉത്തമ പുരുഷൻ എങ്ങനെയെന്ന് അറിയാൻ രാമനെ പഠിച്ചാൽ മതി എന്നായിരുന്നു അർത്ഥം. അന്ന് ദേശികായി തമസ നദിയിലേക്ക് വാൽമീകി പോയതായി അറിവുമായിട്ടായിരുന്നു. അവിടെ വെച്ചാണ് ഇണക്കിളികളിൽ ഒന്നിനെ വേടൻ എഴുതു വീഴ്ത്തുന്നത് കണ്ടത്. അത് മനസ്സിൽ ഏൽപ്പിച്ച വേദനയും ദേഷ്യവും ഇടകലർന്ന വാൽമീകിയുടെ നാവിൽ നിന്ന് പുറത്തു വന്നത് ആദ്യത്തെ ശ്ലോകമാണ്. മാനുഷാദ പ്രതിഷ്ഠാന്തമകമ ശാശ്വതിയും സമാം ദേഹമവധിയും കാമമോഹിതം. ഇണക്കിളികളിൽ ഒന്നിന്റെ നേരെ ശരമീത നിന്റെ വിശപ്പടക്കാൻ വേണ്ടി ഒരു കിളിയുടെ വേദനയെ ലോകത്തിന് സമ്മാനിച്ച നിനക്ക് ഒരിക്കലും നന്മ ലഭിക്കാതെ പോകട്ടെ. ഇണക്കിളികളിൽ ഒന്നിനെ കൊന്ന വേടനെ ശപിച്ച വാൽമീകിയുടെ വാക്കുകൾ രാമനുള്ള സ്തുതിയായി മാറി. ആദ്യ ശ്ലോകത്തിന്റെ അർത്ഥങ്ങളിൽ ഒന്ന് അതായിട്ടാണ് ആചാര്യന്മാർ ശ്രദ്ധിപ്പിച്ചത്. ആ ശ്ലോകത്തിന്റെ ഭംഗി ബ്രഹ്മദേവനെ പോലും ആകർഷിച്ചിട്ടുണ്ട്. വാൽമീകിക്ക് ദർശനമരുളിയ ബ്രഹ്മാവ് സരസ്വതി നിങ്ങൾ സംപ്രീതയാണെന്ന് അറിയിക്കുകയും രാമായണം ഒരു കാവ്യത്തിലാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.